ഹായ് കുട്ടികളെ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കാരണം തമ്പനിയിൽ കണ്ട പോലെ നമ്മൾ ധ്യാൻ ശ്രീനിവാസിനെ ഒന്ന് ഫോളോ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാത്തവരെ ഇനി വല്ലതും ശ്രദ്ധിക്കണം. പല ഇൻ്റർവ്യൂകളിലൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു താരം കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹം ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കണം. ഇനി തെളിയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്നത്, ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിലൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കാൻ തുടങ്ങിയാണ്. കുട്ടികൾ വീണ്ടും സ്കൂളിലേക്കും കോളേജിലേക്ക് പോയി തുടങ്ങുന്ന സമയമാണ്. അപ്പം എൻ്റെ ദയവ് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, അത് വിദ്യാർത്ഥി സമൂഹങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യൂത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളെ തേടി വരുന്ന ഒരു വിപത്തിനെക്കുറിച്ച് നേരത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റായിട്ട് അദ്ദേഹം അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഡ്രഗ്സിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കാലത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ഡ്രഗ്സ് ആയിരുന്നു. ഡ്രഗ്സ് അമിതമായിട്ട് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഏകദേശം വളരെ മോശമായ രീതിയിൽ പോയിട്ട് വിവാഹമൊക്കെ കഴിച്ച ശേഷം മാത്രമാണ് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് നമുക്ക് തരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ കുഞ്ഞും മക്കൾക്കും ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതം എങ്ങനത്തോളം നശിക്കും എന്നത് ഒന്ന് വ്യക്തമാക്കിയിട്ട് അദ്ദേഹം പറയുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തെ ചില കേൾക്കുമ്പോൾ നമ്മൾ ചിരിച്ച് തള്ളുമായിരിക്കും. പക്ഷെ അങ്ങനെ ചിരിച്ച് തള്ളാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിലൂടെ അത് സരസമായ രീതിയിൽ സംസാരിച്ചു പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായത് മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് അദ്ദേഹം അത്രയും ക്ലിയറായിട്ട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ നമ്മൾ ചിരിച്ച് തള്ളുന്നതിനെക്കാട്ടിലും നന്നായിട്ട്, അല്ലെങ്കിൽ രസിക്കുന്നതിനെക്കാട്ടിലും അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ പല കാര്യങ്ങളെക്കുറിച്ച് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂളും കോളേജൊക്കെ തുറക്കുകയാണ്. അപ്പോൾ അതുവരെ പല പ്രലോഭനങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി നമ്മുടെ മുമ്പിൽ എന്ത് സംഭവിക്കുമെന്ന്. കാരണം നമ്മൾ സെലിബ്രിറ്റികളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് അവരെ പോലെ ആവാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കുഞ്ഞുമക്കളൊക്കെ ആയിട്ടും നിങ്ങൾ നാളെ സിനിമാ നടനാവോ, നടിയാവോ, നിങ്ങൾ കളക്ടറാവോ, എഞ്ചിനീയറാവോ ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം, ഇതൊന്ന് ഫോളോ ചെയ്യണം. ഡ്രഗ്സിനെ മാക്സിമം ഒന്ന് അകറ്റി നിർത്തണം. അപ്പോൾ അതിനായിട്ട് എല്ലാവരും അത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.